ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ഒരിക്കൽ കൂടി നമുക്ക് നമ്മുടെ ചുറ്റുപാട്, പ്രത്യേകിച്ച് വയനാട്ടിൽ നടന്ന അതിദാരുണമായ ആ ഒരു സാഹചര്യത്തെ തീർച്ചയായിട്ടും മനസ്സിൽ ഓർത്തുകൊണ്ട് ആദരാഞ്ജലികളൊക്കെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അനേകർ ബുദ്ധിമുട്ടിലായി പോയി. പ്രകൃതിയാണ് തീരുമാനിക്കുന്നത് കൊണ്ട് തന്നെ, പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നമുക്ക് തീർച്ചയായിട്ടും ചെയ്യണം. ആ ഒരു ഉറപ്പ് നമുക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ തിരുക്കുറളിലേക്ക് യാത്ര ചെയ്യാം. ഇന്ന് തിരുക്കുറളിന്റെ വിഷയം എന്ന് പറയുന്നത് തന്നെ സ്നേഹമാണ്. സ്നേഹത്തെക്കുറിച്ചുള്ള 8ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ആ സ്നേഹത്തിന്റെ അലകളെ നമ്മുടെ ഹൃദയത്തിൽ വയനാടിന് വേണ്ടി ഉദിപ്പിക്കാൻ തീർച്ചയായിട്ടും മോഹൻദാസ് സാറിലൂടെ നമുക്ക് സാധിക്കും. എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം മോഹൻദാസ് സാറിനെയും. മോഹൻദാസ് സാർ, യു ആർ വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. തിരുക്കുറൾ എന്ന ആവേശത്തിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ നോക്കി വന്നത്. തിരുക്കുറൾ 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ധർമ്മം, അർത്ഥ, കാമം. അതിൽ ധർമ്മത്തിൽ തന്നെ മംഗളാചരണം, അതിന് തന്നെ 4 അധ്യായങ്ങളായിട്ട് വിവരിക്കുന്നുണ്ട്. 1 ദൈവസ്തുതി, 2 വർഷപ്രശസ്തി, 3 സന്യാസ മഹിമ, 4 ധർമ്മം മാഹാത്മ്യം. ആ 4 ആദ്യമായിട്ട് നോക്കി. അടുത്തത് കാക്കസ്ഥ്യമാണ്. അത് ഗൃഹസ്ഥ ആശ്രമം എന്നാണ് പറയുന്നത്. അത് നമ്മൾ നോക്കി. അത് കഴിഞ്ഞിട്ട് കുലപദ്ധി ധർമ്മം, 3ാമതായിട്ട് സൽപുത്ര ലാഭം. ഈ 3ഉം നമ്മൾ നോക്കി. ഇനി അടുത്തത് ഇന്ന് നോക്കാൻ പോകുന്നത് ജീവസ്നേഹം. ധർമ്മപത്നി, മക്കൾ, കുടുംബം, ധർമാനുഷ്ഠാനങ്ങൾ ഇവയെല്ലാം പരസ്പരം ഇണക്കി നിർത്തുന്ന കണ്ണിയത്തെ ജീവസ്നേഹം. ഈ സ്നേഹം മറ്റെല്ലാ ജീവജാലങ്ങളിലേക്ക് കൂടി വ്യാപിക്കുമ്പോഴാണ് അതിൻ്റെ ധന്യത. പരസ്പര സ്നേഹം എന്ന ഈ സ്വർണ്ണ കണ്ണി തന്നെയാണ് ലോകത്തിലുള്ള എല്ലാറ്റിനെയും തമ്മിൽ ഇണക്കി നിലനിർത്തുന്നത്. അത് കാരണം ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു അധ്യായമായിട്ട് മാറുന്നു, ജീവസ്നേഹം. അല്ല, ആദ്യത്തെ കുറൾ അത് നമ്മുടെ 71ാമത്തെ കുറളായിട്ട് വരുന്നുണ്ട്. ഞാൻ ആദ്യം തമിഴിലുള്ളത് വായിക്കുകയാണ്. അൻപിർക്കും ഉണ്ടോ അടയ്ക്കും താഴ്, ആർവലർ പുൻ കൺ നീർ പൂസൽ തരും. ഒന്നുകൂടി വായിക്കാം. അൻപിർക്കും ഉണ്ടോ അടയ്ക്കും താഴ്, ആർവലർ പുൻ കൺ നീർ പൂസൽ തരും. സ്നേഹത്തിനും അന്യർ കാണാതെ ഭദ്രമായി അടച്ചു വയ്ക്കുവാനുള്ള താൾ കൂട്ട് ഉണ്ടെന്നാണോ? തീർച്ചയായും ഇല്ല. ഇഷ്ടജനങ്ങൾക്ക് വന്നു ഭവിക്കുന്ന ദുഃഖത്തിൽ അത് സ്നേഹമുള്ളവരുടെ നേർത്ത കണ്ണുനീരൊഴുക്കായി അകത്തുള്ള സ്നേഹത്തെ പുറത്താക്കുക തന്നെ ചെയ്യും. ഉദാഹരണത്തിന് സാബുസാറ് പറഞ്ഞ പോലെ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ നിൽക്കുമ്പോൾ ഉറ്റവരെയും ഉടയവരെയും വേർപെട്ട് നിൽക്കുന്ന അവരോടുള്ള TV ചാനലിന്റെ അഭിമുഖം കാണുമ്പോൾ അവർക്ക് ആ വേർപെട്ട് പോയവരോടുള്ള ആ സ്നേഹം, അല്ലെങ്കിൽ അവരോടുള്ള ആ ബന്ധം അവരറിയാതെ തന്നെ അവർ ഈ പറയുമ്പോൾ തന്നെ അവരുടെ കണ്ണുകളിൽ നിന്നും വളരെ നേർത്ത നിർമ്മലമായ കണ്ണുനീരായിട്ട് ഒഴിഞ്ഞു പോകുന്നു. അത് അവരെത്ര അടക്കി വെച്ചാലും, അത് പുറത്തെ കാണിക്കാതെ ഇരിക്കണം എന്ന് വിചാരിച്ചാലും അത് സാധിക്കുമല്ല. എന്തെന്ന് വെച്ചാല് അവരോടുള്ള ആ അടുപ്പം, ആ സ്നേഹം, ആ ജീവസ്നേഹം കണ്ണീരായിട്ട് പുറത്തു വന്ന് അവർ എന്താണ് എന്നുള്ളതിനെ ലോകത്തേക്ക് കാണിച്ചു കൊടുക്കും. ഒന്നുകൂടി സാർ, ബാബു സാർ, ജോസി സാർ ഒന്ന് വായിച്ചോളൂ. സ്നേഹത്തെ
ഉള്ളിൽ ഒതുക്കി നിർത്താൻ ഏതെങ്കിലും കൂട്ടിന് കഴിയുമോ? സ്നേഹനിർഭരമായ ഹൃദയത്തിന്റെ ചെറിയ കണ്ണുനീർ ഒഴുകി ഒഴുകി അത് ഏറ്റുപറയുമ്പോൾ, could love be locked on seeing sorrow of lovers? Tears may respond. ജോസ് സാർ വല്ല പറയണ്ടോ അതിലെ? അല്ല, ഞാൻ കൂട്ടിച്ചേർക്കുന്നില്ല, സാർ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി അതിന്റെ ഒരു അർത്ഥം കൂടി പറഞ്ഞേക്കാം. സ്നേഹത്തെ താഴിട്ട് കൂട്ടിവെക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഏറ്റവും അടുത്ത ഉറ്റവരുടെ ദുഃഖത്തിൽ അറിയാതെ കണ്ണുനീർ ചാലായി അത് പുറത്തേക്ക് ഒഴുകുക തന്നെ ചെയ്യും. 2, அன்பு இல்லாதவர் எல்லாம் தமக்கு உரியர். അൻപ് ഇല്ലാത്തവർ എല്ലാം തമക്ക് ഉരിയർ. അതുപോലെ അൻപ് ഉടയാർ. തിരുവള്ളുവർ വളരെ ഇതായിട്ട് വാക്കുകൾ തമ്മിൽ തന്നെ പ്രാസം ഒപ്പിച്ച് പറഞ്ഞത്. അൻപ് ഇല്ലാത്തവർ, അൻപ് ഉടയവർ, ആ 2 വാക്കുകളും അങ്ങനെയാണ് വരുന്നത്. അൻപ് ഉള്ളവർ എന്തും ഉരിയർ പിറർക്ക്. സ്നേഹം ഇല്ലാത്തവർ എല്ലാ ഘടകങ്ങളെയും കൊണ്ടും അവനവന് മാത്രമേ ഉടമസ്ഥരാവുന്നുള്ളൂ. എല്ലാം തനിക്കാണ് എന്നുള്ള സ്വാർത്ഥത മാത്രമായിരിക്കും സ്നേഹം ഇല്ലാത്തവരുടെ അവസ്ഥ. എന്നാൽ സ്നേഹശീലന്മാർ എല്ലാ ഘടകങ്ങളെ കൊണ്ടും മാത്രമല്ലാതെ തൻ്റെ എല്ലുപോലും നൽകി അന്യർക്ക് വേണ്ടപ്പെട്ടവർ ആയിത്തീരും. സ്നേഹിക്കാത്തവർ തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു, അഥവാ സ്വാർത്ഥരായിരിക്കുന്നു. എന്നാൽ സ്നേഹം ഉള്ളിലുള്ളവർ അവരുടെ അസ്ഥികൾ വരെ മറ്റുള്ളവരുടേതാണ് എന്ന് കരുതി ജീവിക്കുന്നു. All loveless are selfish. Those having love will surrender their body also to others. കുറച്ചുകൂടി അതിന്റെ വ്യാഖ്യാനം പറയാം. ഉള്ളിൽ സഹാനുഭൂതിയോ ജീവസ്നേഹമോ ഇല്ലാത്തവർ അവരവരെ മാത്രമേ സ്നേഹിക്കൂ. കണ്ടത് തനിക്കായി മാത്രം കൈയടക്കും. മറ്റുള്ളവരും തങ്ങളെപ്പോലെയാണെന്ന് അവർ കരുതുകയില്ല. എന്നാൽ യഥാർത്ഥ സ്നേഹം ഉള്ളിൽ നിറഞ്ഞ് തുളുമ്പുന്നവരുണ്ടല്ലോ, അവർ തന്നേക്കാൾ ഉപരി അന്യരെ സ്നേഹിക്കും. അന്യ ദുഃഖത്തിൽ അറിയാതെ അലിയും. പരാർത്ഥമായി സ്വന്തം എല്ലുപോലും കൊടുക്കും, സ്വയം സമർപ്പിക്കും. ഇവിടെ സംശയം തോന്നാം, ആ എല്ല് എന്നുള്ള ഇതിനെ എങ്ങനെയാണ് ആ കവി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളത്. അതിന് വ്യാഖ്യാനം പറയുമ്പോൾ 2 ഉപകഥകൾ പറയുന്നുണ്ട്. ഒന്ന്, പ്രാവിന്റെ പ്രാണൻ രക്ഷിക്കാൻ സ്വന്തം മാംസം അരിഞ്ഞു കൊടുത്ത സിബി ചക്രവർത്തി. ആ കഥ അറിയാൻ തോന്നുന്നു. ഒരു വേടൻ ഒരു പ്രാവിനെ അമ്പ് ചെയ്ത് വീഴ്ത്തുന്നു. അത് വേടന്റെ ഒരു ദിനചര്യയാണ്, അല്ല അവന്റെ ഒരു കർത്തവ്യമായിരുന്നു. ആ പ്രാവ് ഇങ്ങനെ കൊട്ടാര വളപ്പിൽ ഉലാത്തിക്കൊണ്ടിരുന്ന രാജാവിന്റെ കാൽക്കൽ വന്ന് വീഴുന്നു. അത് സിബി ചക്രവർത്തിയായിരുന്നു. വേടൻ പ്രാവിനെ അന്വേഷിച്ച് വരുന്നു. രാജാവിന്റെ മുമ്പിൽ ആ പ്രാവ് കിടക്കുന്നത് കണ്ടു. അതിനെ എടുക്കാൻ പോകുമ്പോൾ രാജാവ് ആ പ്രാവിനെ എടുത്ത് അതിന് ശുശ്രൂഷ നൽകി ജീവൻ രക്ഷപ്പെടുത്തുന്നു. ശരിക്കും പറഞ്ഞാൽ വേടന്റെ രൂപത്തിൽ വന്നത് ഈ സിബി ചക്രവർത്തിയുടെ ദാനധർമ്മങ്ങളെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവതാരമായിരുന്നു. അപ്പോ വേടന് വേണ്ടത് ആ പക്ഷിയുടെ മാംസമാണ്. രാജാവ് പറയും, ആ പക്ഷിക്ക് ഉള്ള സമാനമായ മാംസം എൻ്റെ ദേഹത്ത് നിന്ന് എടുത്തോളൂ എന്ന് സ്വയം അങ്ങോട്ട് തൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കണേ. എന്നാലും
ആ പ്രാവിന്റെ ജീവൻ, ആ പക്ഷിയുടെ ജീവൻ രക്ഷിച്ചേ മതിയാവൂ എന്ന് പുള്ളിയുടെ ആ ധർമ്മ നിഷ്ഠ പുറത്തു വരുന്നു. പക്ഷേ രാജാവിന്റെ ഈ പ്രവൃത്തിയിൽ സന്തുഷ്ടനായ ആ അവതാരം രാജാവിന് വണങ്ങി പിന്മാറുന്നു. അതാണ് അവിടെ പറഞ്ഞത്. പ്രാവിന്റെ പ്രാണൻ രക്ഷിക്കാൻ സ്വന്തം മാംസം അരിഞ്ഞു കൊടുത്ത സ്ഥിതി ചക്രവർത്തി. അത് ഒരു കഥ. രണ്ട്, ഈ എല്ലിന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാംസം നമ്മൾ അറിയാവുന്ന കഥയാണ്. പിന്നെ വേറെ ഒരു പുരാണ കഥ പറയുന്നുണ്ട്. സ്വന്തം നട്ടെല്ല് തന്നെ ഇന്ദ്രന് കൊടുത്ത ദദീചി മഹർഷി എന്നവരുടെ കഥ. ആ കഥ ഞാൻ കൂടുതലായിട്ട് കേട്ടിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഒരു സന്ദർഭവശാൽ അവർ പറയുന്നുണ്ട്. ഒരു മഹർഷി ഉണ്ടായിരുന്നു, ദദീചി. അദ്ദേഹവും ഒരു സന്ദർഭത്തിൽ ഇന്ദ്രന് തൻ്റെ മാംസം കൊടുക്കുന്നതിന് പകരം എല്ല് തന്നെ കൊടുക്കുന്നു എന്നുള്ളതാണ്. മാംസം മുറിച്ചു കൊടുത്താൽ ആ കുറവ് പ്രകടമായി പെട്ടെന്ന് അറിഞ്ഞു വരില്ല. എന്നാൽ ദേഹത്തിൽ നിന്ന് എല്ല് മുറിച്ചു കൊടുത്താലുള്ള അവസ്ഥ അതല്ല. ആ കുറവ് തന്നെ. അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ആ കവി അങ്ങനെ എല്ല് എന്നുള്ള വാക്ക്, എല്ല് എന്ന് പറയുമ്പം വേറെ അർത്ഥം കൂടെ അവിടെ പറയുന്നുണ്ട്. ദേഹം, അവനവന്റെ ആ ദേഹത്തിന് തന്നെയാണ് എല്ല് എന്ന് പറയുന്നത്. എല്ല് ആണ് ദേഹത്തിനെ താങ്ങി നിർത്തുന്നതുകൊണ്ട് ആ പിന്നെ ബോഡി, ഇംഗ്ലീഷ് പറയുന്നത് ബോഡി തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലെന്ന് പറയുന്നതും അതിന്റെ പിന്നെ ദേഹം എന്ന് പറയുന്നതും ഒന്നായിട്ട് തന്നെയാണ് വരുന്നത്. വീണ്ടും അടുത്തുള്ള ആ വാക്ക് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ സർ. അൻപോട് அன்போடு இயந்த வழக்கென்ப ആരുയിർക്ക് என்போடு ഇയന്ത തുടർബ്. ഇവിടെ തന്നെ ഒരു പ്രാസം നോക്കാം. അൻപോട്, സ്നേഹത്തോട്, അപൂർവമായ സ്നേഹത്തോട്. ഈ എന്ന് പറഞ്ഞാൽ ബന്ധം. ഇതിന്റെ ഫലം എന്താണ്? അൻപോട് ചേർന്നിട്ടുള്ള ഒരു ജീവിതക്രമത്തിലുള്ള ഫലം എന്താണ്? അത് ദേഹത്തിന് എലുമ്പോട് അല്ലെങ്കിൽ ജീവന് ദേഹത്തോട് ചേർന്നിട്ടുള്ള ബന്ധം പോലെയാണ്. അപൂർവ പുണ്യം കൊണ്ട് മാത്രം കൈവരുന്ന ജീവന് ദേഹത്തോട് ഉണ്ടാകുന്ന ബന്ധം സ്നേഹത്തോട് ഇണങ്ങി ചേരുന്നതിന് ലഭിച്ചതായ ഉപാധിയാണ് എന്ന് ജ്ഞാനികൾ പറയുന്നു. സാറൊന്ന് വായിച്ചോളൂ. സ്നേഹത്തോടെയുള്ള ഐക്യം അത് ആത്മാവും ശരീരവുമായുള്ള ബന്ധം പോലെ ഇഴപിരിക്കാൻ സാധിക്കാത്തതാണ്. അഥവാ സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. ശരീരത്തിന് ഒരാവശ്യം വരുമ്പോൾ ശരീരത്തിലെ ഓരോ അവയവവും പരസ്പരം സഹായിക്കുകയാണ് ചെയ്യുന്നത്. കണ്ണ് കാലിനോട് നീ എന്റേതല്ല എന്ന് പറയുന്നില്ല. കാല് കൈയോട് എനിക്ക് നിന്റെ വേദന പ്രശ്നമല്ലെന്ന് പറയുന്നില്ല. അങ്ങനെ പരസ്പരമുള്ള ഒരു പാരസ്പര്യമാണ് ഈ സ്നേഹം അഥവാ ബന്ധം. ഈ റിലേഷൻ ഓഫ് ലൈഫ് to body is regarded to be the tie of life. ഞാൻ ഒന്നുകൂടി വായിക്കാം. അൻപോട് വാഴ്വതിന് മാത്രമാം ജീവന് ഇത് ഉടമ്പോട് ചേർന്നതിൻ ബന്ധം. അപൂർവലബ്ധമായ മനുഷ്യജീവൻ, അസുലഭമായ ഈ ജന്മം ലഭിച്ചിരിക്കുന്നത് സ്നേഹത്തോടു കൂടി ബന്ധപ്പെട്ട് സൽകൃത്യങ്ങൾ ചെയ്ത് ജീവിക്കുവാൻ വേണ്ടി മാത്രമാണ്. അതിനു വേണ്ടി മാത്രമാണ് ജീവൻ ശരീരത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ശരീരത്തിൽ ജീവനില്ലെങ്കിൽ ആ ശരീരം കൊണ്ട് സ്നേഹം ആവിഷ്കരിക്കുവാൻ കഴിയുകയില്ല. ശരീരത്തോട് ചേരാതെ ജീവന് മാത്രമായി സ്വന്തം നിലയ്ക്ക്
സ്നേഹം പ്രകടിപ്പിക്കുവാനും കഴിയില്ല. അപ്പോൾ ജീവനും ശരീരവും തമ്മിൽ ബന്ധപ്പെടാനുള്ള ഏക കാരണം സ്നേഹം പ്രകടിപ്പിക്കൽ എന്നതാകുന്നു. അടുത്ത ദിവസം 74. அன்பு ஈனும் ஆபம் உடைமை அது ஈனும் நண்பென்னும் നാടാ ചെറുപ്പ്. അൻപ് സ്നേഹം. മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹം ഒരുവനെ അവനോട് മമതാബന്ധം ഉള്ളവനായി ചെയ്യും. മറിച്ചും ആ നന്മ ഉണ്ടാകും. ആ അൻപ് അവർക്ക് ഇങ്ങോട്ടും അതേ സ്നേഹം ഉണ്ടാവുകയാൽ കളങ്കമില്ലാത്ത മൈത്രിയാകുന്ന സൗഭാഗ്യത്തെ നൽകും. സ്നേഹം ഒരുവനെ എല്ലാവരോടും വാത്സല്യമുള്ളവനാക്കുന്നു. ഒപ്പം വാത്സല്യം സൗഹൃദത്തിന്റെ അമൂല്യമായ നിധി പ്രദാനം ചെയ്യുന്നു. അപ്പോൾ സൗഹൃദം എന്നത് കേവലമായ ഒരറിവോ എന്തെങ്കിലും പറയുകയോ ചെയ്യുന്നത് മാത്രമല്ല. പ്രത്യേകിച്ച് ഈ കാലയളവിൽ നവമാധ്യമങ്ങളിലൂടെ പലരും സുഹൃത്തുക്കളുടെ വലിയ കൂമ്പാരമുള്ളവരാണ്. എന്നാൽ ഇത്തരത്തിൽ സ്നേഹമുള്ള അവസ്ഥ ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്നവരിൽ, സൗഹൃദത്തിൽ ജനിക്കുന്നുണ്ടോ? അതുകൊണ്ട് 74-ാം ഖുർആനിൽ പറയുന്ന സ്നേഹം ഒരുവനെ എല്ലാവരോടും വാത്സല്യമുള്ളവനാക്കുന്നു. ഇതൊരു ചേർത്ത് പിടിക്കലിന്റെ തലത്തിൽ, സർവാംഗം നൽകുന്ന തലത്തിൽ കാണേണ്ടുന്ന ഒന്നാണ്. Those having love will inspire others to love, which may create dignity of kinship in everyone. കൈൻഷിപ്പ് അല്ല, കിൻഷിപ്പ് ആണെന്ന് തോന്നുന്നു. ആ സുഹൃത്ത് ബന്ധത്തിനെയാണ് പറയുന്നത്, കിൻഷിപ്പ്. ഓക്കെ ശരിയാണ്. അൻപ് ഉണ്ടായിരുന്നാൽ അത് അന്യരിൽ മമതാബന്ധം ഉണ്ടാകും. അവർക്ക് ഇങ്ങോട്ടും അതേ ബന്ധം തോന്നും. ആ ബന്ധം മൈത്രിയാവുകയും അതിൽ നിന്ന് മഹത്തായ സൗഭാഗ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. 75. அன்புற்று அமர்ந்த வழக்கென்ப வையகத்து இன்புற்றார் എഴുതും ചിറപ്പ്. അൻപുറ്റ് അമർന്ന വഴക്കന്മ. സ്നേഹത്തിന്റെ ോടുള്ള ബന്ധമുള്ളതിന്റെ ഫലം എന്തെന്നാൽ, വീണ്ടും വീണ്ടും കവി അത് ആവർത്തിച്ച് പറയുന്നു. ഈ വയ്യകത്ത്, ഈ ഭൂലോകത്തിൽ വളരെ സന്തുഷ്ടരായി കഴിയുന്നവർക്ക് ലഭിക്കുന്ന പരലോകത്തിലെ വാസമാവുന്നു. അതായത് ഈ ലോകത്തിൽ, അതായത് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ സുഖം അനുഭവിക്കുന്നവർ പിന്നീട് പരലോക പ്രാപ്തരായി നേടുന്ന പരമമായ സന്തോഷം സ്നേഹം നിറഞ്ഞ ഗാർഹസ്ഥ്യത്തോട് ഇണങ്ങിയ ജീവിതത്തിലൂടെ ലഭ്യമാകുന്നു എന്ന് അറിവുള്ളവർ പറയുന്നു. പറയച്ചോളൂ. സ്നേഹത്തിന്റെ മഹത്വം അത് നല്ല കുടുംബങ്ങൾക്ക് വഴങ്ങുമെന്നാണ് സാരം. അഥവാ പരലോകത്തിലെ ജീവിതത്തിന്റെ മുന്നാസ്വാദനമാണ് നല്ല കുടുംബങ്ങൾ
എന്ന് പറയാം. ഇവിടെ ലൗകിക സന്തോഷവും പരലോക സുഖവും ഒന്നുപോലെ അനുഭവിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് കുടുംബം എന്നത് മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല, അത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. കുടുംബജീവിതത്തെ അത്രയ്ക്കും മഹത്തരമായി കാണുകയും ഈ സുഖ സന്തോഷങ്ങൾ അനുഭവിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. റെപ്യൂട്ടേഷൻ എൻജോയ്ഡ് ബൈ മെൻ ലിവിംഗ് ഹാപ്പിലി ആൻഡ് സെഡ് ടു ബി ഡ്യൂ ടു their love. ഒന്നുകൂടി അത് വായിക്കാം. മണ്ണിതിൽ സ്നേഹമൊടു വാഴുന്നതിൻ ഫലം വിണ്ണിലും ചേർന്ന സൗഭാഗ്യം. ആർഗസ്യത്തിൽ ഇതര ജീവജാലങ്ങളുമായി ഇണങ്ങി നയിക്കുന്ന സ്നേഹപൂർണമായ ജീവിതത്തിലെ സന്തോഷമുണ്ടല്ലോ, അത് വിണ്ണുലകത്തിൽ ചെല്ലുമ്പോഴും വർദ്ധിച്ച സന്തോഷമായി അനുഭവിക്കുമാറാകും എന്ന് ജ്ഞാനികൾ പറയുന്നു. 76. വളരെ ലഘുവായിട്ടാണ് പറയുന്നത്. അറത്തിற்கு അൻപ് സാർബെൻബർ അറിയാർ. അറിവില്ലാത്തവർ പറയുന്നത് അറം ധർമ്മത്തിന് മാത്രമേ ഈ സ്നേഹം, ഈ വാത്സല്യം, ഈ അൻപിന്റെ ആവശ്യമുള്ളൂ. എന്നാൽ മറം എന്ന് പറഞ്ഞാൽ വീരം, അല്ലെങ്കിൽ യുദ്ധം, അല്ലെങ്കിൽ ക്ഷത്രിയ ധർമ്മം, അതിനും ഈ അൻപ് തന്നെയാണ് തുണ. സത്യാവസ്ഥ അറിയാത്ത ചിലർ സ്നേഹം എന്നത് ധർമ്മങ്ങൾക്ക് മാത്രമേ തുണയാകൂ എന്ന് പറഞ്ഞേക്കാം. എന്നാൽ ധർമ്മ ശൂന്യരുടേതായ വീരകൃത്യങ്ങളെയും സാഹസങ്ങളെ പോലും സ്നേഹമായത് തിരുത്താൻ സഹായമാകുന്നു. പറയിച്ചോളൂ. വിവരമില്ലാത്തവർ പറയുന്നത് സ്നേഹം സദ്ഗുണമുള്ള ആത്മാക്കളോടൊപ്പം മാത്രമാണെന്നാണ്. എന്നാൽ ദുഷ്പ്രവണതയിൽ മുഴുകിയിരിക്കുന്നവർക്കും സ്നേഹം സുഹൃത്തു തന്നെയാണ്. ചുരുക്കത്തിൽ സ്നേഹം എല്ലാവർക്കും, സമസ്ത വിഭാഗങ്ങൾക്കും സ്നേഹം പരമപ്രധാനമാണ്. അത് ജീവിക്കാനും സാധിക്കും. ഇംഗ്ലീഷ് പറഞ്ഞില്ല. Some opinion givingly that love comes helpful only in virtue, but truth is that in evil also it helps. ഒരു വ്യാഖ്യാനം കൂടി. ധർമ്മത്തിന് മാത്രമേ സ്നേഹം ഉപകരിക്കൂ എന്ന വിശ്വാസം സാധുവല്ല. അധർമ്മികളെ പോലും സ്നേഹപൂർവ്വം ഉപദേശിച്ച് തിരുത്താൻ കഴിയും. വളരെ പ്രാസത്തിലോട് കവി പറയുന്നുണ്ട്. എൻ പിൽ അതனை വെയിൽ പോലെ കായുമേ അൻപിൽ അതിനെ അറം. അതായത് വളരെ ചെറിയ ജീവിയായ പുഴു, അതിന് എല്ലില്ല. ആ പുഴുവിനെ വെയിലത്ത് കൊണ്ട് ഇട്ടാൽ അത് എന്തുമാത്രം ആ വെയിലിന്റെ കാഠിന്യം ചൂടുകൊണ്ട് അത് വിഷമിക്കുമോ, അതുപോലെയാണ് സ്നേഹം ഇല്ലാത്ത
ഒരു അവസ്ഥ. என்பில் அதனை വെയിൽ പോലെ കായുമേ അൻപിൽ അതിനെ അറം. അത് ധർമ്മത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശൈലിയിൽ ആ സ്നേഹം ഇല്ല എങ്കിൽ അതേപോലെ നമ്മൾ വിഷമിക്കും എന്നാണ് പറയുന്നത്. എല്ലില്ലാത്തവയെ പുഴുക്കളെയും മറ്റും തീവയിൽ എന്ന വണ്ണം സ്നേഹം ഇല്ലാത്ത ആത്മാവിനെ ധർമ്മം ആയത് ചുട്ടുകരിക്കും. കത്തുന്ന സൂര്യൻ എല്ലില്ലാത്ത പുഴുവിനെ ഉണക്കുന്നത് പോലെ സ്നേഹമില്ലാത്ത ഒരു ജീവിയെ ധർമ്മം ദഹിപ്പിച്ചു കളയുന്നു. ജസ്റ്റിസ് ഗോഡ് will torment the loveless like bondless worm spills in sunlight. അപ്പം മലയാളത്തിൽ ഒന്നുകൂടി ഞാൻ പറയാം. എല്ലില്ലാ മെയ്യിനെ വേനൽ തീ പോൽ ചുടും ഉള്ളിൽ അൻപില്ലെങ്കിൽ ധർമ്മം. എല്ലില്ലാത്ത പുഴുക്കളെയും മറ്റും തീവൽ എങ്ങനെ ചുട്ടു പൊള്ളിച്ച് വരട്ടിക്കളയുന്നുവോ അതുപോലെ സ്നേഹമില്ലാത്ത ആത്മാവിനെയും ധർമ്മമായത് ചുട്ടു പൊള്ളിക്കും. അൻപ് അകത്ത് 78 അൻപ് സ്നേഹം അകത്തില്ല ഉള്ളിൽ ഇല്ലാത്ത ഏതവസ്ഥയാണെങ്കിൽ ഉയർ വാഴ്ക്കை ഉള്ള ജീവിതം, അകത്ത് സ്നേഹം ഇല്ലാത്ത ഉള്ള ഒരു ജീവിതമാണ്. ഒരു മരുഭൂമിയിലെ പട്ടുപോയ ഒരു മരം തളിർക്കുന്നത് പോലെ എന്നുള്ള അവസ്ഥയാകുന്നു. അൻപ് അകത്ത് ഇല്ല ഉയർ വാഴ്ക്കை വൻ പാർക്കൻ, വലിയ മരുഭൂമി, പാർക്കൻ വൻപാർക്കൻ എന്നല്ല മരുഭൂമി, പറ്റൽ മരം, പട്ടുപോയ മരം തളിർക്കുന്നത് പോലെയായി ഇരിക്കുന്ന അവസ്ഥയാണ്. സ്നേഹത്തിന്റെ സർ ഹൃദയത്തിൽ സ്നേഹമില്ലാത്ത ജീവിതം തരിശായ മരുഭൂമിയിലെ വൃക്ഷങ്ങളില്ലാത്ത ചെടികൾ പോലെയാണ്. ഉണങ്ങിയ വൃക്ഷം തളിർക്കുന്നത് പോലെയാണ്, അങ്ങനെ ആയിരിക്കും അല്ലെ? ഉണങ്ങിയ, അതെ, വൃക്ഷം തളിർക്കുന്ന പോലെ. Life of one sands love at heart is like a weed springing in desert. ചെറ്റു അൻപില്ലാത്ത വാഴ്വോ മണൽക്കാട്ടിൽ പട്ടമരം തളിർക്കും പോൽ. മരുഭൂമിയിൽ പട്ടു നിൽക്കുന്ന മരം എന്നെങ്കിലും തളിർക്കുമോ? ഒരിക്കലുമില്ല. അതുപോലെ ഉള്ളിൽ ഒരിറ്റ് സ്നേഹം പോലും ഇല്ലാത്തവന്റെ കുടുംബജീവിതവും. സ്നേഹത്തിന്റെ ആവശ്യകത കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അത് ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം ആസ്വദിക്കാൻ പറ്റൂ എന്നുള്ളതിലേക്ക്. 79 പുറത്ത് ഉറുപ്പെല്ലാം യവൻ ചെയ്യും യാക്കൈ, അകത്ത് ഉറുപ്പ് അൻപിൽ അവർക്ക്. നമ്മുടെ ദേഹത്തിനെ മൊത്തത്തിൽ കാണുന്നുണ്ട്, ബോഡി കാണുമ്പോൾ എല്ലാ അവയവങ്ങളും ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. അകത്ത് ഉള്ള ഒരു അംഗം അല്ലെങ്കിൽ അവയവം എന്നുള്ള രീതിക്ക് സ്നേഹം ഇല്ലെങ്കിൽ ഈ പുറത്തുള്ള എല്ലാ അവയവങ്ങളും ഉണ്ടായിട്ടും എന്തെങ്കിലും ഫലം ഉണ്ടോ? ഒന്നുകൂടി വായിക്കാം. പുറത്ത് അംഗമെല്ലാം ഫലം ചെയ്വതേ എന്തൊരുവനകത്ത് അംഗം അൻപ് ഇല്ലെങ്കിൽ
അൻപ് എന്ന അംഗം അകത്തില്ലെങ്കിൽ പുറത്തുള്ള എല്ലാ അംഗങ്ങളും ഉണ്ടെങ്കിലും അംഗമെല്ലാം ഉണ്ടെങ്കിലും അതുകൊണ്ട് എന്താണ് ഫലം? ശരീരത്തിനുള്ളിൽ ധാർമ്മിക ജീവിതത്തിനുള്ള അംഗമായ സ്നേഹം ഇല്ലാത്തവർക്ക് ബാഹ്യമായ അവയവങ്ങളെല്ലാം ആ ധർമ്മത്തിന് ഉപകരിക്കാതെ പോവുകയാൽ എന്ത് പ്രയോജനം ചെയ്യാനാണ്? അജോ സർ. ഉള്ളിലുള്ള അവയവങ്ങളെല്ലാം ശരിയാവണ്ണം പ്രവർത്തിക്കുമ്പോഴാണ് ബാഹ്യ ശരീരത്തിന് അർത്ഥം വരിക. അതുകൊണ്ട് ബാഹ്യമായ രീതിയിൽ മാത്രം ശരീരം ഫിറ്റ് ആയതുകൊണ്ട് എന്ത് പ്രയോജനം? ചുരുക്കത്തിൽ ഉള്ളിൽ സ്നേഹമില്ലാതായാൽ, അത് തകരാറിലാണെങ്കിൽ ഈ പുറമേ ഉള്ള ശരീരം അത്ര ഗുണമുള്ളതായി മാറില്ല. വാട്ട് ബെനിഫിറ്റ് in having all external to those who don't have the internal organ of love? ഒന്നുകൂടി വായിക്കാതെ. ധാർമ്മികമായ അഗസ്ത്യ ജീവിതത്തിന് ഉപകരിക്കുന്ന ഉള്ളിലെ സ്നേഹമാകുന്ന അംഗം അവയവം ഇല്ലാത്തവർക്ക് ഭാഗ്യമായ മറ്റ് അവയവങ്ങളെ കൊണ്ട് എന്താണ് ഒരു പ്രയോജനം? അടുത്തത് സാറേ 80. തമിഴ് വായിച്ചു. അൻപിൻ വഴി അത് ഉയർന്നിലൈ. അൻപിൻ സ്നേഹത്തോടുള്ള ആ വഴിയിലുള്ള ജീവിതമാണ് ഉയർന്ന ഒരു അവസ്ഥയിൽ എത്തിക്കുന്നത്. അത് ഇല്ലാത്ത മനുഷ്യർക്ക് ജന്മതോൽ പോർത്ത ഉടമ്പ്, ഈ ദേഹം എന്ന് പറയുന്നത് എല്ലിന്റെ പുറത്തുള്ള തോല് കൊണ്ട് മൂടിയ ഒരു ശരീരമാവുന്നു. അൻപിൻ വഴിയിൽ ഇയങ്ങും ഉടമ്പേ ഉയർന്നിന്റെ ഉടമ്പാകും. അതായത് അൻപിന്റെ സ്നേഹത്തിന്റെ വഴിയിൽ പ്രവർത്തിക്കുന്ന ദേഹമാണ് ഉയർന്നിന്റെ അടിസ്ഥാനമായ ജീവന്റെ താങ്ങി നിൽക്കുന്നത്. അതല്ലാതെ ഉള്ളത് വെറുതെ എല്ലിന്റെ പുറത്ത് ഒരു തോല് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് പോലത്തെ അവസ്ഥയാകുന്നു. സ്നേഹത്തിൻ്റെതായ പ്രചോദനങ്ങളിലൂടെ നിലനിൽക്കുന്ന ശരീരം മാത്രമാണ് ജീവനുള്ള ശരീരമാവുന്നത്. ആ സ്നേഹം ഇല്ലാത്തവർക്ക് ദേഹമായത് എല്ലിൽ തോൽ ചൂടിയ ഒന്ന് മാത്രം, തോൽ മൂടിയ ഒന്ന് മാത്രം. ഹൃദയത്തിൽ സ്നേഹം പ്രതിഷ്ഠിച്ചാൽ ഒരാൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നു. അതില്ലാത്ത ജീവിച്ചാൽ ശരീരം ചർമ്മത്തിൽ പൊതിഞ്ഞ വെറും അസ്ഥികളാണ്. സ്നേഹം സർവോത്കൃഷ്ടം. എന്നിൽ എല്ലാവിധ ഗുണങ്ങൾ ഉണ്ടെന്ന് ഞാൻ അഭിമാനിക്കുകയും എന്നിൽ സ്നേഹം ഇല്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്കലയോ ചിലമ്പുന്ന കൈത്താളമോ മാത്രമായിരിക്കും. Sign of life is to live by loving, to be loveless, to the loveless. ഒരിക്കൽ കൂടി വായിക്കാം. Sign of life is to live by loving, to the loveless body is like a mass of flesh and bone covered with skin. സ്നേഹത്തിന്റെ ആർദ്രത പറ്റാതെ നിലനിൽക്കുന്ന ശരീരം മാത്രമേ ശരീരമാകുന്നുള്ളൂ. അങ്ങനെ അല്ലാത്ത ഒന്ന് വെറുതെ എല്ലിൻ കൂടിന് പുറത്ത് തോൽ കൊണ്ട് പുതച്ച്
ഒരു രൂപം മാത്രവും അതിൻ്റെ നിലനിൽപ്പിന് അർത്ഥമില്ല. ജോസഫ് സാറ് ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ചർച്ചയിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഖുറൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മിക്കവാറും എല്ലാ മതഗ്രന്ഥങ്ങളും ഇതിന്റെ അന്തസത്ത ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. സ്നേഹമാണ് സർവോത്കൃഷ്ടം. ഞാൻ എൻ്റെ സമ്പത്ത് മുഴുവൻ ദാനം ചെയ്തു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുണ്യപ്രവർത്തി ചെയ്തു എന്ന് വീമ്പിളക്കുകയും, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ പല രീതിയിൽ പീഡിപ്പിക്കുകയോ സ്വയം പീഡനം ഏറ്റുവാങ്ങി പലതും ചെയ്യുന്നത് പോലെ പ്രവർത്തിക്കുകയോ ചെയ്താലും യഥാർത്ഥത്തിൽ സ്നേഹമില്ലെങ്കിൽ അതിനൊന്നും അർത്ഥമില്ല. സ്നേഹം സർവസാരമൂഴിയിൽ എന്ന് പറഞ്ഞതുപോലെ സ്നേഹിക്കാൻ ഈ കാലയളവിൽ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തങ്ങളുടെയും മറ്റു പലതിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഈ പ്രകൃതിയിലേക്ക് നോക്കിയാൽ സ്നേഹിക്കണം, സ്നേഹിക്കണം, സ്നേഹിക്കണം എന്ന് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുക. എന്നാൽ മനുഷ്യന്റെ സ്വാർത്ഥ വിചാരങ്ങളോ മോഹങ്ങളോ ആർത്തിയോ അസൂയയോ ഒക്കെ ഇതിൽ നിന്ന് പലപ്പോഴും പിടിച്ചു വലിച്ചു മാറ്റുന്നുണ്ട്. വിദ്യാഭ്യാസവും മതാത്മകതയും ഒക്കെ ഇവിടെ വളരുന്നത് പോലെ കാണിക്കപ്പെടുന്നുണ്ടെങ്കിലും സ്നേഹം ശരിയാവണ്ണം വളരുന്നുണ്ടോ എന്ന് ചിന്തിപ്പിക്കാൻ ഈ ഖുറൽ വളരെ ഉപകാരപ്പെടുന്നതാണ്, നല്ലതാണ്. അവതരണത്തിന് പ്രത്യേകം നന്ദി, സന്തോഷം. താങ്ക് യു സാർ. നമ്മള് ഈ ഖുറൽ പോലെ തന്നെ ബൈബിളിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. 1 കൊരിന്ത്യൻസ് 13-ാമത്തെ അധ്യായത്തില് സ്നേഹത്തെക്കുറിച്ച് 13 വിശേഷങ്ങൾ പറയുന്നു. അതിന്റെ വിശേഷത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്: സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യും. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുന്നില്ല. ഇങ്ങനെ പറയും. സ്നേഹമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു 13 പോയിന്റുകളുടെ ടെസ്റ്റാണ്. ഈ 13 പോയിന്റുകൾ ഒന്ന് എഴുതിയിട്ട് എല്ലാത്തിനും ടിക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കൊരു പോയിന്റ് പോലും കിട്ടത്തില്ല എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ ബൈബിളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്നേഹത്തിന്റെ അൺകണ്ടീഷണൽ ലവിന്റെ പാർട്ട്. വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഖുറലായിരുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് അത് ഏറ്റവും പ്രാധാന്യമുണ്ട്. ഇപ്പൊ നമുക്ക് ടി വിയിലൂടെ കാണുമ്പോഴൊക്കെ നമ്മൾ കാണുന്നത് ഈ സ്നേഹത്തിന്റെ ഒരു പരിധികളില്ലാത്ത ഒരു അവസ്ഥയാണ്. വളരെ സന്തോഷം സാർ. ഉലഹനാൻ സാർ, പ്ലീസ്. അൺമ്യൂട്ട് ചെയ്യൂ സാർ. കഴിഞ്ഞ 1-2 ക്ലാസ്സുകൾ, തിരുക്കുറളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിൽ എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് കയറാതിരുന്നെങ്കിൽ അത് വലിയൊരു നഷ്ടമാകുമെന്ന് എനിക്ക് തോന്നി. 72-ാമത്തെ അംഗത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്നേഹിക്കാത്തവൻ സ്വാർത്ഥനാണ്, അവന് വേണ്ടി മാത്രമെല്ലാം പെറുക്കിക്കൂട്ടുന്നു, മറ്റുള്ളവനെ കാണുന്ന പോലുമില്ല. ഇന്ന് നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത് തന്നെയാണ്. എനിക്ക് പോരാ, ഞാൻ സ്വാർത്ഥനോ, ഈ നാട്ടിൽ സൂക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ വെളിയിൽ കൊണ്ടുപോയി, മറുനാട്ടിൽ കൊണ്ടുപോയി ഞാൻ നിക്ഷേപിക്കുന്നു. ആ നിക്ഷേപം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുമോ, അനുഭവിക്കാൻ കഴിയുമോ എന്നൊന്നും അതിനകത്തില്ല. പക്ഷേ സ്നേഹമില്ലാതെ, മറ്റുള്ളവരോട് ദയയില്ലാതെ
അയാൾ സ്വാർത്ഥനായി പെരുമാറുന്നു. അങ്ങനെ അരുത് എന്ന് പറയാതെ പറയുകയാണ് 72 പറയുന്നത്. വീണ്ടും പറയുന്നുണ്ട്, സ്നേഹം പ്രതിബന്ധങ്ങൾ അറിയുന്നില്ല എന്ന്. ഒരാളെ സ്നേഹിക്കാനോ ഒരാളോട് സ്നേഹത്തോടെ പെരുമാറാനോ പ്രതിബന്ധങ്ങളില്ല. നമ്മുടെയൊക്കെ മുൻപില് ഞാൻ അയാളുടെ അടുത്തേക്ക് എങ്ങനെയാണ് പോകുന്നത്, ധാരാളം പ്രതിബന്ധങ്ങൾ നമ്മൾ വലിച്ചു കെട്ടാറുണ്ട്. അവിടെ എങ്ങനെയുള്ള പ്രതിബന്ധങ്ങൾ തീരെയില്ല. എനിക്ക് 80 ഞാൻ ചാടുന്നു. അതില് ഹൃദയത്തിൽ സ്നേഹം പ്രതിഷ്ഠിച്ചാൽ ഒരാൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നു എന്നാണ് പറയുക. ആ തത്വം നമ്മുടെ മനസ്സിലേക്ക് എടുത്താൽ ഇവിടെ ജീവിക്കുന്നവർ എത്ര പേരുണ്ട് എന്ന് ഒന്ന് അന്വേഷിച്ചാൽ ജീവിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. നമ്മുടെ ഉള്ളിൽ സ്നേഹം പ്രതിഷ്ഠിച്ചാൽ നാം ജീവിക്കുന്നു. അതൊരു വലിയ തത്വമാണ്. തിരുക്കുറളിലെ ഈ 80-ാമത്തെ ഭാഗത്തിൽ പറയുന്ന കാര്യം അത് മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വീണ്ടും പറയുന്നത് ഒരു കാര്യം 75-ലാണ്. സ്നേഹത്തിൽ വളരുന്ന കുടുംബങ്ങൾ നന്മയിലേക്ക് കയറിപ്പോകും. അവിടെ അവര് പരലോകത്തിൽ അനുഭവിക്കുന്ന സുഖവും ഈ ലോകത്തിൽ അനുഭവിക്കുന്ന സുഖവും ഒന്നുപോലെ അനുഭവിക്കാൻ കഴിയും. വളരെ പ്രത്യാശയോട് നാം കേൾക്കേണ്ടതാണ്. മതഗ്രന്ഥങ്ങളിലും മതങ്ങൾ പലപ്പോഴും ഈ നാട്ടിൽ ഇവിടെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും പരലോകത്ത് നമുക്ക് പരമാനന്ദമാണ് എന്നാണ് പഠിപ്പിക്കുക. ലോകം, സ്വർഗം. ഇവിടെ പറയുന്നത് നമുക്ക് രണ്ട് സുഖവും, ഈ ലോകത്തെ സുഖവും പരലോകത്തെ സുഖവും സ്നേഹത്തിന്റെ തട്ടിൽ നിന്ന് ജീവിക്കുകയാണെങ്കിൽ ഉണ്ടാവുമെന്ന്. മോഹൻദാസ് സാർ, വളരെ സന്തോഷമുണ്ട് ഈ ക്ലാസ്. ഒത്തിരി സന്തോഷം. നന്ദി, നമസ്കാരം. ചിന്തിക്കാനുള്ള വക സാർ. അതുപോലെ സാബു സാറ് പറഞ്ഞ ബൈബിളിലെ കോട്ട്, അത് ഉള്ള പരമാർത്ഥമായ ഒരു കാര്യമാണ്. ഞാൻ ജീവിക്കുന്നുണ്ടോ എന്നുള്ളതിന് ടെസ്റ്റ് ഇതിൽ കൂടുതൽ വേറെ ഒന്നും ഇല്ല. അതോ എല്ലിൻകൂടിന്റെ മുകളിൽ മാംസപിണ്ഡങ്ങളും തോലും ചേർന്ന ഒരു രൂപം, ചലിക്കുന്ന രൂപമാണോ എന്ന് എനിക്ക് എന്നോട് ചോദിക്കാനുള്ള അവസരം സാർ ഉണ്ടാക്കി തന്നു. ഒത്തിരി നന്ദി സാർ. ഒത്തിരി നന്ദി. ഞാൻ പറഞ്ഞു കഴിഞ്ഞു സാർ. സാബു സാറേ, ഇനിയുള്ള വേറെ ആരെങ്കിലും സംസാരിക്കാം? ഞാനുള്ളത് സാർ ഉണ്ടല്ലോ. സ്നേഹത്തെ കുറിച്ച് പറയാനുള്ളത് എല്ലാം തിരുക്കുറളിന്റെ ഓരോ ഭാഗങ്ങളും എല്ലാവരും വിശദീകരിച്ചു കഴിഞ്ഞു. എങ്കിലും സാധാരണ പറയാനുള്ള ഒരു കാര്യം, ഞാൻ ആ 74-ാമത് പറഞ്ഞ ഒരു കാര്യം എനിക്ക് സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. കാരണം നമ്മൾ സ്നേഹം കൊടുത്താലേ സ്നേഹം തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന് പറയുന്ന ഒരു ഭാഗം എനിക്ക് തോന്നിയത്. The love will inspire to others to love, which may create dignity of kin. അത് ഒരു വളരെ ഇതായിട്ട് എനിക്ക് തോന്നി. ശരിയാണ്, കൊടുത്താലേ കിട്ടുള്ളൂ എന്നുള്ള ആണ്. നമ്മളിപ്പോൾ എല്ലാവരും സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മറ്റുള്ള അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഒരു ഇത് തന്നെ സ്നേഹത്തിലൂടെയാണ്. അതൊക്കെ സാധാരണ കുമാരനാഞ്ഞ സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്ന ലോകം, സ്നേഹം, ഇതെല്ലാം ഈ പറയുന്ന തിരുക്കുറളിന്റെ എസൻസാന്ന് തോന്നുന്നു. കവികളും എല്ലാവരും ഈ സ്നേഹത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നതെല്ലാം ഈ തിരുക്കുറളിൽ പറഞ്ഞിരിക്കുന്ന ആശയം ഉൾക്കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഇതിവേ ഈ സ്നേഹത്തെക്കുറിച്ചുള്ള ഈ ഒരു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതിന് ഇതിൽ കൂടുതൽ സ്നേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ്
ഒക്കെ സാധാരണ എല്ലാവരും പറയാറുണ്ടെങ്കിലും ഇതിൽ കൂടുതൽ ബേസ് വേറെ ഒന്നും കിട്ടാനില്ല തിരുക്കുറളിലുള്ള ഈ 10 ഇതിൽ. ഓക്കെ സാർ, ഇത്ര എനിക്കും പറയാനുള്ളൂ. സാബു സാറേ, ഒന്ന് പറയട്ടെ, ഈ മഹാകവി ഗോപകുമാർ സാർ, യേശു ഗോപകുമാർ സാർ, സുധോധനൻ ഡോക്ടർ ഉണ്ട്. എനിക്ക് പ്രത്യേകിച്ച് അല്ല, വിതച്ചത് മാത്രമേ കൊയ്യൂ എന്നാണ് സാറ് പറഞ്ഞതിൽ മനസ്സിലാക്കി. അത് വിതച്ചതേ കൊയ്യാൻ പറ്റൂ. കൂടുതൽ എന്ന് പറയുന്നത് നല്ല ക്ലാസ് ആയിരുന്നു. വളരെ സന്തോഷമായി. നന്ദി, നമസ്കാരം. വിനിത രാജ്, MSS മണിയം, അബ്ദുറഹീം ഒക്കെ ആർക്കെങ്കിലും പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ പ്രതികരിക്കാം. സബ് സാർ, സാറിന്റെ ഷർട്ട് ഒരു ഇട്ടേക്കുവാണല്ലോ അവിടെ. മണിയം സാർ വെരി ഗുഡ്. പിന്നെ തിരുക്കുറൾ നമ്മള് തിരുക്കുറളെന്ന് കേട്ടിട്ടുണ്ട്, ചിലപ്പോൾ ചില ശ്ലോകങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് അതിന്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് കൂടുതലായിട്ട് ഇപ്പോഴാണ് സാധിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ട് അതിന്റെ ആ രചന രീതി തന്നെ ഒരു വ്യത്യസ്തമാണ്. 7 വാക്കുകൾ കൊണ്ട് ഒരു മഹാസന്ദേശം പറയുക, അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി. അത് തന്നെ പ്രാസമൊപ്പിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിന് പറ്റിയ പദങ്ങൾ കണ്ടുപിടിക്കുകയും അതാണ് ഈ കവിയുടെ ഏറ്റവും വലിയ ഗുണം. അത്തരത്തിലുള്ള പദങ്ങൾ കണ്ടുപിടിച്ച് ഈ ആശയം ഒട്ടും ചോർന്നു പോകാതെ പറഞ്ഞു വെക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ അത് മൊഴിമാറ്റം സംഭവിക്കുമ്പോൾ ഒരുപക്ഷെ അതിന്റെ ആ സത്ത അതുപോലെ ചിലപ്പം നിലനിർത്താൻ പറ്റിയില്ലെങ്കിൽ കൂടെയും നമുക്കത് വളരെ ഹൃദ്യമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് ഈ സെഷനിൽ നമ്മുടെ മോഹൻ സാറ് പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ നമുക്കുള്ള സന്തോഷം നൽകുന്ന സംഗതി. അങ്ങനെ തിരുക്കുറള് കേട്ട് മാത്രം പരിചയമുള്ളവർക്ക്, ആഴമായിട്ട് അതിനെക്കുറിച്ചൊന്നും അറിയില്ലാത്ത ആളുകൾക്ക് ഈ സെഷൻ തികച്ചും പ്രയോജനപ്രദമാണ് എന്നുള്ളതിന് സംശയമില്ല. അതിന്റെ അടിസ്ഥാന കാര്യങ്ങളാണ് ഈ ദിനങ്ങളിലൊക്കെയും നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതിങ്ങനെ കടന്നു വന്ന് ഇന്ന് സ്നേഹം എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട സംഗതിയിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ മതവിശ്വാസികളായി ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കെല്ലാം നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ മതഗ്രന്ഥങ്ങളിൽ നിന്നും പ്രഭാഷകരിൽ നിന്നും കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഈ ഗ്രന്ഥം നമ്മളുടെയൊക്കെ മതഗ്രന്ഥങ്ങളിലേക്ക് ചില ആശയങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ പല മതഗ്രന്ഥങ്ങളിൽ നിന്നും ഇതിലേക്കും സംശീകരിച്ചിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള ഒരു പാരസ്പര്യത്തിന്റെ സംഗതി കൂടെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനിത് ഓരോന്ന് കേൾക്കുമ്പോഴും നമ്മൾ ദൈനംദിനം കേൾക്കുന്ന ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ ഇതിനൊരുപാട് അർത്ഥതലങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടുകൂടെയാണ് ഞാൻ അത്തരത്തിൽ പറഞ്ഞത്. തീർച്ചയായിട്ടും സാറിന് ഈ ഒരു പ്രവർത്തനത്തിലൂടെ
മറ്റു ചില കാര്യങ്ങൾ കൂടി ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നുകയാണ്. ഇതും ലഭ്യമാകുന്ന തരത്തിൽ മറ്റ് മതഗ്രന്ഥങ്ങളിൽ എങ്ങനെയാണ് ഇത് ഈ വിഷയം പറഞ്ഞിട്ടുള്ളത് എന്നുകൂടെ കൂട്ടിച്ചേർത്താൽ ഓരോ കുറളും ഒരു അധ്യായമായി തിരിച്ച് വേണമെങ്കിൽ ഒരു പുസ്തകം പോലെയല്ല പുസ്തകമായിട്ട് തന്നെ ഇറക്കുവാനായിട്ട് സാധിക്കും. അത് തലമുറക്കുള്ള ഒരു സംഭാവന കൂടിയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അപ്പൊ അത്തരത്തിൽ എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ഒരു വർക്ക് നേരമുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടൊരു പെയിൻ എടുത്താൽ സാധിക്കാവുന്നതേ ഉള്ളൂ. ജോഷ് സാറേ, നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് ആരംഭിക്കാം. അതെ, കാരണം ബൈബിൾ അത്തരത്തിലുള്ള മേഖലയിൽ നിന്ന് നമുക്ക് സഹായിക്കാൻ തീർച്ചയായിട്ടും. അത് ഈശ്വരനോട് ഒരാൾ പറയുക ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട്, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ശ്രമം നടത്താം, വേണമെങ്കിൽ നടത്താം. അപ്പൊ അടുത്ത ക്ലാസ്സില് അടുത്ത ടോപ്പിക്ക് വരുമ്പോൾ നമുക്ക് അതിനെ ഒന്ന് അനലൈസ് ചെയ്യാം എന്താണെന്നുള്ളത്. അതിന്റെ കണ്ടന്റുകളും ചെയ്തിട്ട് നമുക്ക് അതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. തീർച്ചയായിട്ടും വളരെ വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ട് ഇത് ആഡ് ചെയ്യാനും വളരെ എളുപ്പമാണ് അല്ലെ. കാര്യങ്ങൾ അതിനോടുകൂടി ചേർത്ത് ആഡ് ചെയ്യാനും അനുഭവങ്ങളും കഥകളും ഒക്കെ ഇതിനോടുകൂടി ചേർത്ത് വെക്കാനൊക്കെ എല്ലാവരും സംസാരിച്ചോ? സാറൊക്കെ പറഞ്ഞു. ശുഭോദരൻ സാർ ഒന്നും പറഞ്ഞില്ല, പിന്നെ മണിയൻ സാറും ഒന്നും പറഞ്ഞില്ല. അവര് ഇതിനകത്ത് ഉണ്ടായിരുന്നു. പറയൂ ഉണ്ട് പറഞ്ഞോളൂ. മണിയൻ സാർ പറയും, അൺമ്യൂട്ട് ചെയ്യും. റോയ് സാർ പറഞ്ഞോ? മണി സാർ പറയും. എല്ലാവർക്കും വണക്കം. ഇന്ന് തിരുക്കുറളിന്റെ 8ാമത്തെ ചാപ്റ്ററാണ് എടുത്തിരിക്കുന്നത്. അൻപ്. അതിന്റെ ഒടുവിൽ പറയുന്നത് അൻപ് ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യനുള്ളൂ, മറ്റേത് അസ്ഥികുടമാണ്. അസ്ഥികുടത്തിലെ ഒരു പ്രയോജനമില്ല. അൻപ് ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യനായി അംഗീകരിക്കാൻ പറ്റൂ. ഒരു കവി പറഞ്ഞിട്ടുള്ള സ്നേഹമാണ് അഖിലസാര മൂടിയിൽ. അതാണ് ഈ എത്രയും 10 ലൈനിലെ കൂടെ തിരുവള്ളുവർ പറയുന്നത്. എല്ലാ കവികളും ഒന്ന് തന്നെ പറയുന്നത് അവരുടെ സ്നേഹമില്ലെങ്കിൽ മനസ്സില്ല. സ്നേഹമില്ലാത്ത മനസ്സിൽ നമ്മൾ ഇരുമ്പ് പറയും, ഇവന് ഇരുമ്പ് ഇതയമായി ഇവനക്ക് എന്ന് പറയുന്നത് പോലെ സ്നേഹമില്ലാതെ എവിടെയും സ്നേഹം, ഭാര്യ ഭർത്താവുമായിട്ടുള്ള സ്നേഹം, കൊച്ചുങ്ങളുമായിട്ടുള്ള സ്നേഹം, അച്ഛനമ്മുമായിട്ടുള്ള സ്നേഹം, സുഹൃത്തുക്കളുമായിട്ടുള്ള സ്നേഹമാണ് നമ്മളെ എല്ലാവരും ബന്ധിപ്പിക്കുന്നത്. അതിനെ തിരുക്കുറളിൽ ചെയ്തിരിക്കുകയാണ് മോഹനദാസിനെ പറഞ്ഞു. ഒരു ഇതും കൂടി, നമ്മുടെ ത്രിമൂർത്തികളിൽ ഒരു കവിയായ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പറയുന്നുണ്ട്, ഒരൊറ്റ മതമുണ്ടാം ഉലകിൻ ഉയിരായി സ്നേഹം അതൊന്നല്ലോ. നമ്മുടെ അതുവരെ എനിക്ക് പെട്ടെന്ന് ഓർമ്മയത് നമ്മളെ പിന്നെ എന്താ പറഞ്ഞ പാർവണ ശശിബിംബം. ഞാൻ പെട്ടെന്ന് അത് ഓർത്തു പോയെന്നുള്ളൂ, പണ്ടെങ്ങോ കേട്ടതാണ്. ഒരൊറ്റ മതമുണ്ടാം ഉലകിൻ ഉയിരായി സ്നേഹമതൊന്നല്ലോ. എത്ര 2 വരിയിലെ പുള്ളി ഇതായിട്ട് കാച്ചി കുറിച്ച് പറഞ്ഞ പോലെയാണ്. അതുപോലെ തന്നെ അടുത്ത സാറ് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇന്ന് വളരെ കുറച്ചും കൂടി ലൈവ് ചെയ്യണം. പിന്നെ സാബു സാറ് ആ ബൈബിളിന്റെ ആ 13 എണ്ണോട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ, അപ്പം ആ അത് മനുഷ്യനുള്ളിടത്തോളം കാലം, അത് ഏത് കാലഘട്ടം ആയാലും, 2000 വർഷങ്ങൾക്ക് മുമ്പായാലും ഇപ്പുറത്തായാലും അവസ്ഥ ഒന്ന് തന്നെയാണ്. അവരുടെ സ്വഭാവത്തിലുള്ള അവസ്ഥ. കാരണം എന്താ പറയുക, നന്മയും തിന്മയും നിറഞ്ഞ ലോകത്തില് മനുഷ്യന്റെ ഉള്ളിൽ അത് തന്നെയാണ്. അതിൽ ആ നന്മയെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ആ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പൊ ഇതിന്റെ അടുത്ത അധ്യായമായിട്ട് 9ാമത്തെ വരുന്നത് ഹോസ്പിറ്റാലിറ്റിയാണ്. അതായത് വിരുന്ന് ഓമ്പൽ, അതിഥി പൂജ. സ്നേഹത്തിന്റെ പ്രകടനവും പൂർണ്ണതയുമാണ് അതിഥി പൂജ. അതിഥി എന്ന് പറയുമ്പോൾ ഋതുക്കൾ, ദേവകൾ, ബന്ധുക്കൾ, വിരുന്നുകാർ എല്ലാവരും പെടും. അവരെ എല്ലാം സന്തോഷിപ്പിച്ച് തൃപ്തരാകുന്നത് കുടുംബ ജീവിതത്തിലെ സുപ്രധാന ധർമ്മമാകുന്നു. അതിനെ കുറിച്ചാണ് അടുത്തതില്. എങ്ങനെ ഒരു അതിഥിയെ നമ്മൾ സൽക്കരിക്കണം, അത് വളരെ നന്നായിട്ട് പുള്ളി പറയുന്നുണ്ട്. ഒരു വീട്ടിൽ ഒരു അതിഥിയായിട്ട് വന്ന് കയറുമ്പോൾ ആ സ്വീകരിക്കുന്നത് മുതൽ അദ്ദേഹത്തെ പറഞ്ഞ് അയക്കുന്ന ആ നിമിഷം വരെയും എങ്ങനെ നമ്മുടെ മുഖവും അകവും, മുഖം എങ്ങനെ ആയിരിക്കണം, വന്ന് കയറുമ്പോഴുള്ള മുഖഭാവം എങ്ങനെയായിരിക്കണം, അത് കഴിഞ്ഞുള്ള സൽക്കാരത്തിൽ കൂടിയുള്ള നമ്മുടെ മനസ്സ് അവരെ അറിയിക്കുന്നത് എങ്ങനെയായിരിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സാബു സാറും ജോസ് സാറും കൂടി അങ്ങനെയുള്ള, അതായത് എന്താ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ഉണ്ടാക്കാം സാർ, നമുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാം. എന്നിട്ട് ആ ഗ്രൂപ്പില്
ഇതുമായിട്ട് ചേർന്ന് വരുന്നവർക്ക് എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേ അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. തീർച്ചയായും ഇപ്പം സാർ ഒരു- പറഞ്ഞ പോലെ ഒരു- ബൈബിളിന് ജോസി സാറും സാബു സാറും ചെയ്യുന്ന പോലെ, അതുപോലെ തന്നെ റോയി സാറിനൊക്കെ അതിൽ പങ്കുണ്ടാവണം. കാരണം അവരൊക്കെ ഈ ഗ്രന്ഥങ്ങള് ഇങ്ങനെ ദിവസം പാരായണം ചെയ്യും, അല്ലെങ്കിൽ ജീവിതത്തിലും അത് അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരാണ്. അതുപോലെ ഇപ്പം ബുദ്ധിമുട്ടില്ല സാർ, ഈ ഇദ്ദേഹം സോഷ്യൽ മീഡിയ ഒക്കെ ഇത്ര ആക്റ്റീവ് ആയതുകൊണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഒരു സെക്കൻഡ് കൊണ്ടല്ലേ ബൈബിളിൽ നിന്ന് ടോപ്പിക് എടുത്തത്. ഇതെല്ലാം നെറ്റിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് കണ്ടന്റ് എടുത്താൽ അപ്പോൾ അതിന് ഇപ്പൊ നമ്മുടെ പുതിയ AI കൂടി ഉള്ളപ്പം ഇപ്പൊ നമ്മുടെ മൊബൈലിൽ കണ്ടില്ലേ, മെറ്റ AI എന്ന് പറഞ്ഞ മറ്റേ വട്ടം വന്ന കണ്ടില്ലേ? ഉണ്ട്, ഉണ്ട്, ഉണ്ട്. എന്ത് ചോദിച്ചാലും തരുന്ന ഈ പറഞ്ഞ പോലെ ദൈവത്തെ പോലത്തെ ആളുകൾ നമ്മുടെ ചുറ്റും നിൽക്കുമല്ലോ. അതുപോലെ സാറേ ഒരു കാര്യം പറയാം. സാറ് അടുത്ത ആഴ്ച അതിഥിയെ കുറിച്ചല്ലേ പറയുന്നത്? ഈ അതിഥി എന്നുള്ളതിന്റെ ശരിക്കുള്ള മലയാളത്തിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. സാർ അത് കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ലേ? നമ്മൾ മുഖ്യ അതിഥി എന്ന് പറയും, മുഖ്യ അതിഥി അല്ലെ? ഈ അതിഥി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തിഥി ഇല്ലാതെ വരുന്നവൻ വെച്ചാൽ സമയം ഇല്ലാതെ വരുന്നവൻ അർത്ഥം. തിഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം, പക്കം, കാലം എന്നൊക്കെ പറയത്തില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സത്യത്തിലെ ഒരു പരിചയമില്ലാത്ത ആളുകളെ പോലും വളരെ സ്നേഹത്തോടെ അവർ സ്വീകരിച്ച് ഒരു നേരത്തെ ഭക്ഷണവും അതുപോലെ തന്നെ കിടക്കാൻ സ്ഥലമൊക്കെ കൊടുത്ത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേപ്പിച്ച് വിടുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു. ആചാരമല്ല, ഒരു രീതി ഉണ്ടായിരുന്നു. കാരണം അന്ന് അങ്ങനെയായിരുന്നു, ഇതുപോലത്തെ സിസ്റ്റം ഒന്നും അല്ലല്ലോ. അപ്പം തിഥി ഇല്ലാതെ വരുന്നവനാണ് അതിഥി. ഇപ്പൊ നമ്മള് അത് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇങ്ങനെ കൃത്യതയോടെ ഇല്ലാതെ വരുന്ന ഒരു വ്യക്തിയാണ് അതിഥി എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ മലയാളത്തിൽ പറയേണ്ട വാക്ക് അഭ്യാഗതൻ. അഭ്യാഗതൻ പക്ഷെ ഗസ്റ്റ് ഓക്കെയാണ്. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റ് ആണ്. ഗസ്റ്റ് മീൻസ് ഗസ്റ്റ് തന്നെയാണ്. പക്ഷെ മലയാളത്തിന് അതിഥി എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ കറക്റ്റ് ഭാഷയെ പറഞ്ഞാൽ സമയം, തിഥിയില്ലാതെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു വരുന്ന ഒരു വ്യക്തി. കാരണം ആ സമയത്ത് വന്ന വ്യക്തി എന്നർത്ഥം. അതിന് യഥാർത്ഥത്തിലുള്ള മലയാളത്തിന് അതിൻ്റെ അകത്ത് കുറെ തെറ്റുകളുണ്ട് വാക്ക് ഉപയോഗിക്കുന്നു. ആർക്കെങ്കിലും അതിനെ കുറിച്ച് ഒരു ഐഡിയ പറയാമോ? കേട്ടിട്ടുണ്ടോ അങ്ങനെ? ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ വളരെ സരസമായിട്ട് ഇത് പറയുന്നത് മുഖ്യ തെണ്ടി എന്നാണ് മുഖ്യ അതിഥി എന്നതിനെ കുറിച്ച് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് തഴങ്ങിപ്പോയ ചില തെറ്റുകളാണിത്. തിരുത്തുക അത്ര പാടാണ്. ഈ സമാനമായ ഒരു സംഗതിയാണ് പ്രാസംഗികൻ. പ്രാസംഗികൻ എന്ന് പറഞ്ഞാൽ വിളിക്കാതെ വരുന്നവനാണ്, വലിഞ്ഞു കയറി വരുന്നവനാണ് പ്രാസംഗികൻ. പ്രസംഗകൻ എന്നാണ് അവിടെ പറയേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പല സംഗതികളുണ്ട്. പ്രമാദമായ കേസ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ സൂര്യൻ കിഴക്കുദിക്കുന്നു എന്ന് പറയുന്നത്, ഇതൊക്കെ നമ്മൾ തെറ്റായിട്ട് ഉപയോഗിച്ച് അത് ശരി പോലെ നിൽക്കുന്ന കുറെ കാര്യങ്ങളാണ്. ശൈലികളായി പോയി. ശൈലി, സമയവും സന്ദർഭവും നോക്കാതെ കയറി വരുന്നവരെന്ന് അർത്ഥമുണ്ട്. അതാണ് അതിഥി. അതാണ് സന്ദർഭം. ഇന്നത്തെ മുഖ്യ അതിഥി ഇന്നയാളാന്ന് പറയുമ്പോൾ അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാമല്ലോ പ്രേമമതം പരക്കനമ്മേ പാൽവം ഭക്തി അനുരാഗരയാവിത പുംസ പരാത്മ ചൈതന്യം പലമട്ടേന്ത്യം പാരിലെങ്ങും പ്രകാശമരുളുന്നു. പൂവാൻ ചൂടും ഭാരമായി തോന്നുന്ന ദോഹത കാലത്തിൽ എന്ത് വേണം, എന്താ ഓർമ്മ അല്ലേ? എത്ര ഓർമ്മ നമുക്ക് വരുന്നില്ല, ന്യൂറോ കണക്ഷൻസ് വരുന്നില്ല, പഴയതൊക്കെ മറന്നു. പള്ളിക്കുടത്തിൽ പോയെന്നുള്ളതിന്റെ ഓർമ്മയാണ്. പള്ളിക്കുടത്തിൽ പോയി എന്നുള്ളതിന് തെളിവാ. മലരും ഭാരമായി തോന്നുന്ന ദോഹത കാലത്തിൽ. അതെ 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 അതെ, തീർച്ചയായും. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച സ്വല്പം കൂടെ കാര്യമായിട്ട് നമുക്ക് അതിനെ നമ്മുടെ ജോഷി സാർ പറഞ്ഞ പോലെ അതിന് നമുക്ക് സ്വല്പം കൂടെ വ്യത്യസ്തമായ രീതി. അല്ലെങ്കിൽ എനിക്കിപ്പം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇച്ചിരൂടെ ഉഷാറാണ് ഈ ഒരു ടോപ്പിക്. ഇതിനെ നമുക്ക് സ്വല്പം കൂടെ വ്യാപ്തിയിൽ എത്തിക്കണം മാത്രമേ. പക്ഷെ സാറിന്റെ വീഡിയോസ് ഇഷ്ടം പോലെ പേര് കാണുന്നുണ്ടല്ലോ, 100-ലധികം ആളുകൾ അത് കാണുന്നുണ്ട്. സാറ് ഉണ്ടായിരിക്കും എല്ലാ വീഡിയോസും ഒരു ആവറേജ് 100 പേരുടെ അടുത്ത് കാണുന്നുണ്ട്. സാർ വലിയൊരു മുതൽക്കൂട്ടാണ്. കാരണം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സേവനമാണ്.
ഇതിനെ കറക്റ്റായിട്ട് പ്ലേലിസ്റ്റിലാക്കി ഇപ്പൊ സാർ അയച്ചു കൊടുക്കുമ്പോൾ ആ പ്ലേലിസ്റ്റ് മുഴുവനായിട്ട് അയച്ചു കൊടുക്കുന്നത് 1 മുതൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ കുറച്ചുകൂടി വളരെ ശ്രദ്ധിച്ച് ചെയ്തിരിക്കുന്നു. സാറിന് ഉത്തരവാദിത്തം അതെ, കൂടി വരുന്നു. സാറിന് ഉത്തരവാദിത്തം കൂടി വരുന്നു. കാരണം ഇന്നലെ വരെയും എന്താ പറഞ്ഞ റെസ്റ്റ് ആയിരുന്നു, കാലിങ്ങനെ തെന്നി വീണതിന്റെ. അപ്പൊ ഇന്നലെ രാത്രി ഇന്നും കൊണ്ടാണത് ആക്കിയത്. പിന്നെ ജോഷി സാറ് പറഞ്ഞതുപോലെ ഇപ്പം പറഞ്ഞു തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നത് മൊബൈലിലെ വായിസ് ചെയ്തിട്ട് വേണം. അപ്പൊ കുറച്ച് കറക്റ്റ് ചെയ്താൽ എളുപ്പമായി മാറുന്നുണ്ട്. അപ്പൊ ഇന്ന് വെളുപ്പിന് 5 മണി തുടങ്ങി രാവിലെ 9 മണിയായപ്പോ തീർന്നു. സാറേ ഈ 4 മണിക്കൂർ തമിഴിലുള്ളതും ഇംഗ്ലീഷിലുള്ളതും ഇട്ടാൽ മതി. മലയാളത്തിലുള്ള ഞാൻ എടുത്തിട്ടുള്ളൂ, കുഴപ്പമില്ല. ശരി. മലയാളത്തിലെ ഇവിടെ നമുക്ക് അത് നെറ്റിൽ അവൈലബിളാ. തിരുക്കുറൾ മലയാളം എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അധ്യായം ബൈ അധ്യായം വരും. അതിനകത്ത് ചുമ്മാ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ ശരിക്കും അതിന് വ്യാഖ്യാനം കൊടുക്കുന്നു. കുറച്ചുകൂടി ഈ ഇപ്പോഴത്തെ അത് ആ വ്യാഖ്യാനം നമുക്ക് പേഴ്സണലൈസ് ചെയ്യാം. ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വല്പം നമുക്ക് സ്വല്പം ഡെപ്തിലാക്കാം. നമുക്ക് ഗ്രൂപ്പിൽ ഫോം ചെയ്തിട്ടേ ഇതിനകത്ത് സ്വല്പം കൂടെ ഒന്ന് ഒരു ചെറിയ പഠനം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അത് ചെയ്യാം. അപ്പൊ ഞാൻ തമിഴ്, അത് കഴിഞ്ഞിട്ട് സാർ എന്താ പറഞ്ഞ ഇംഗ്ലീഷിൽ തന്നെ മലയാളം സാർ ഇംഗ്ലീഷും മലയാളം. ഓക്കെ. ചില കഥകളൊക്കെ അതിന്റെ കൂടെ ആഡ് ചെയ്യാം. അതൊക്കെ ഞാൻ നോട്ട് ചെയ്തു. ചില കഥകളൊക്കെ കൂടെ ആഡ് ചെയ്യും. മലയാളം വെർഷൻ വേണ്ടെന്നാണ് ഏതാണ്? മലയാള വെർഷൻ വേണ്ടെന്നാണ് പറയുന്നത്. അത് സാർ ഇട്ടാളെന്നാണ് പറയുന്നത്. മലയാളം ഞാൻ ഇതിന്റെ അകത്ത് കോപ്പി എടുത്തിട്ടുണ്ട്. സാറ് അത് എഴുതണമെന്നില്ല. എഴുതി തമിഴ് മലയാളമാണെന്ന് തോന്നുന്നു സാർ എഴുതുന്നത് അല്ലെ? തമിഴ് മലയാളം കുഴപ്പമില്ല. പ്യൂർ മലയാളം ഞാൻ ഇടാം, കുഴപ്പമില്ല. സന്തോഷമുണ്ട് സാറേ ഇന്നത്തെ ദിവസത്തില് ഇത്രയും ഇതായിട്ടുള്ളത്. നിങ്ങളൊക്കെ കൂട്ടായ്മ ഉള്ളത് കൊണ്ടാണ് ഒരു മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ ദിവസം നല്ല സാറേ, ഈ ആഴ്ച അങ്ങനെ ഒരു നമ്മൾ ആ സ്നേഹത്തിന്റെ ശരിക്കുള്ള മാറ്ററിയുന്ന ആഴ്ചകളാണ്. നമുക്ക് ചിന്തിക്കാൻ പോകുന്നത് ചെയ്യാൻ പറ്റും. അല്ല, ആ മുലപ്പാൽ കൊടുക്കാൻ പോലും ആ ഒരു മാതൃസ്നേഹത്തിന്റെ ആണല്ലോ അങ്ങോട്ട് പോയത് അവര്. അതെ ഭയങ്കര സമ്മതിച്ചിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ നാളത്തെ ദിവസം നമ്മളുടെ പുതിയൊരു നമ്മുടെ എപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ കാണുന്ന, ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് കാണുന്ന മനോജ് കുമാർ സാറിന്റെ ജലം. ഈ പശ്ചാത്തലത്തിൽ ജലത്തിന്റെ സാഹചര്യം മറ്റൊന്നാണെങ്കിലും ജലത്തിന്റെ മൂല്യമായ സ്വഭാവങ്ങളെ കുറിച്ചും ഒക്കെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ് നാളെ. നമ്മുടെ ജീവരക്തം അല്ലെങ്കിൽ എന്താ പറയുന്നത്, പ്രപഞ്ചത്തിന്റെ ജീവരക്തം ജലം എന്നുള്ള ഒരു വിഷയമാണ്. ജലത്തെ കുറിച്ചുള്ള ഒരു വിഷയമാണ് നാളെ. ഓക്കെ, അപ്പൊ സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു എല്ലാവർക്കും.